എന്റെ കയ്യിലിരിക്കുന്നത് ഒരു ക്ലച്ച് കിറ്റ് ആണ്ടാ. ക്ലച്ച് കിറ്റ് എന്ന് പറയുമ്പോൾ റിലീസ് ബെയറിംഗ് കൂടെ വരണം. അപ്പൊ അത് എന്റെ കയ്യിലില്ല. അപ്പൊ ഇത് ഡിസ്ക്, ഇത് പ്ലേറ്റ് കേട്ടാ, ഇത് പ്രഷർ പ്ലേറ്റും ഇത് ക്ലച്ച് ഡിസ്ക് കേട്ടാ. അപ്പൊ ഇതിന് അധികം കംപ്ലൈൻസ് ഒന്നും വരാറില്ല. വരുന്ന കംപ്ലൈൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചേച്ചിമാരൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ടോ, ഇത് അങ്ങോട്ട് തേഞ്ഞ് തീർന്നു. എന്താ വെച്ചാൽ ക്ലച്ച് പടലിന്റെ മേളിൽ നിന്ന് കാലെടുക്കാണ്ട് ഓടിച്ചിട്ട് പെട്ടെന്ന് തേഞ്ഞ് തീർന്നു കേട്ടാ. നമ്മൾ ആണുങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം എനിക്ക് കൂടുതൽ ടൈറ്റ് വരുന്നത്. നല്ല ഹെവി ടൈറ്റ് ആവും. ഇതൊന്നും പെട്ടെന്ന് തേഞ്ഞ് തീരൂല. കുറെ കാലം ഇതിട്ട് ഓടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനം ടൈറ്റ് ആവും കേട്ടോ. ടൈറ്റ് ആവും മാത്രമേ ഈ ക്ലച്ച് ഇട്ട് മാറുന്ന ആവശ്യം വരാറുള്ളൂ. അപ്പൊ ഇത് ടൈറ്റ് ആയി കഴിഞ്ഞ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഫിംഗർ ഉണ്ടോ, ഈ ഫിംഗർ ഒടിഞ്ഞു പോയിട്ട് നമ്മുടെ വെല്ലോസിംഗ് കവറിനകത്ത് കടിച്ചു കയറി വെല്ലോസിംഗ് കവർ പൊട്ടിപ്പോ, അത് ഗിയർ ബോക്സിന്റെ കവറൊക്കെ പൊട്ടിപ്പോ, അതുപോലെ തന്നെ ഫ്ലൈവിലേക്ക് കയറി കുറഞ്ഞു പോവാ, റിലീസ് ബെയറിംഗ് പെട്ടെന്ന് പോവാ, അങ്ങനത്തെ കംപ്ലൈൻസ് ഒക്കെ വരാം കേട്ടോ. അതാണ് ഈ ടൈറ്റ് വന്നുള്ള കുഴപ്പം. അപ്പൊ ഒരുപാട് ടൈറ്റ് ആകുമ്പോഴത്തേക്കും ക്ലച്ചിട്ട് മാറാൻ നോക്കുക. അതുപോലെ തന്നെ ക്ലച്ച് റേസ് ആവുന്ന പ്രശ്നം കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനാണ് ഇതിൽ റിവറ്റിംഗ് ഒക്കെ തെളിഞ്ഞിട്ടുണ്ടോ. ഇതിപ്പോ ക്ലച്ച് റേസ് ആവുന്ന ഒരു വണ്ടിയാട്ടോ, റിവറ്റിങ്ങളൊക്കെ അത് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് എങ്ങനെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി RPM കയറും, പക്ഷെ വണ്ടി മൂവ് ആവില്ല. RPM കയറുന്നതനുസരിച്ചിട്ട് വണ്ടി മൂവ് ആവില്ല. അതായിരിക്കും കുഴപ്പം വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അതായത് അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ കുറെ ഓടിച്ചു കഴിഞ്ഞാൽ ഈ റിവറ്റ് മൊത്തം ഫ്ലൈവീലോട്ട് വരും. വലിയ കുഴിയൊക്കെ ഫ്ലൈവീലിൽ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലൈവീൽ അടക്കം മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഫ്ലൈവീൽ പോളിഷ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയൊക്കെ വരും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് സാറിന് ക്ലച്ചിന് വരുന്ന കംപ്ലൈൻസ്. അപ്പൊ ക്ലച്ചിന് ഇങ്ങനെ ഒരു കാലാവധി ഒന്നും പറയാൻ പറ്റില്ല. എത്ര കിലോമീറ്റർ ഓടും, ഇത്ര ലൈഫ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ കയ്യിൽ പോലെ കേട്ടോ. നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ ഇരിക്കും ക്ലച്ചിന്റെ ആയുസ് എന്ന് പറയുന്നത് കേട്ടോ. ചില വണ്ടികൾ 2 ലക്ഷം കിലോമീറ്റർ, 2.5 ലക്ഷം കിലോമീറ്റർ, 10,000 കിലോമീറ്റർ ഓടിച്ച് മാറുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ക്ലച്ച്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിന്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പോലെ ഉണ്ടാ. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ വണ്ടികൾ ക്ലച്ച് റൈസ് ആവുകയോ അല്ലെങ്കിൽ ക്ലച്ച് ഓവർ ടൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ക്ലച്ച് മാറ്റിക്കോ, അല്ലെങ്കിൽ ക്ലച്ച് മാറുന്നതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് വേറെ പാർട്സ് ഒക്കെ മാറുന്നവരുണ്ടാ. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ അപ്പൊ അടുത്ത വീഡിയോ കാണാം.